അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആട്ടോ. ഞങ്ങൾ എന്നും വൈകിട്ട് നടക്കാൻ പോയി. ഇന്ന് കുറച്ച് ദൂരെ നടക്കാൻ പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് തണുക്കുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി ഞങ്ങൾ കോട്ടൊക്കെ എടുത്തിട്ട് വന്നു. ഈ കിടക്കുന്ന ബോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലൊരു കോടീശ്വരനാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ വീട്ടിൽ ഡെയിലി പല ടൈപ്പ് കാറുകളാണ് കേട്ടോ വരുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം ആരോ എവിടെയോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് DM ചെയ്തു കേട്ടോ. ഞാൻ പിന്നെ ആ മെസ്സേജ് കുറേ തപ്പിയിട്ട് കണ്ടില്ല. ചേച്ചി താമസിക്കുന്ന ഏരിയയിലുള്ളതൊക്കെ സുവേർട്ട് കാർട്ടൂണിലെ വീടുകൾ പോലെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനും ശ്രദ്ധിച്ചത്. ഈ ഏരിയയിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വീട്. നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുമുല്ലില്ലേ, അത് നിൽക്കുന്ന പോലെ ഇല്ലേ. ഇവിടുത്തെ പൂക്കൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്ത് ഭംഗിയാണെന്ന്, എന്ത് കളറാണെന്ന് ഞാൻ കുറേ ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ചിലതൊക്കെ കാട്ടുപൂവാണ്, പക്ഷെ അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഇത് ആ കാണുന്ന റോസാപ്പൂ അല്ല കേട്ടോ. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം പൂവാണ്. എല്ലാ വീടുകളിലും ഉണ്ട്. അതിൻ്റെ ബഡ് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ ഞങ്ങൾ ഡോൾറാമിൽ പോയി. ഒന്നും മേടിക്കാനല്ല കേട്ടോ, ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണമായിരുന്നു എനിക്ക്. പക്ഷേ ഭയങ്കര റേറ്റ് നോക്കിയപ്പോൾ തിരിച്ച് അവിടെ തന്നെ വെച്ചു. ഞങ്ങൾ മേടിച്ച വാട്ടർ ബോട്ടിൽ ഏട്ടൻ താഴെയിട്ട് പൊട്ടിച്ചു. അങ്ങനെ തിരിച്ചിറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതേ ഫ്രൈസൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് നടക്കുന്ന വഴിക്ക് ടിം കണ്ടു. അപ്പോൾ ഏട്ടനൊരു ചായ വേണം. അപ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഐസ് ക്യാപ്പ് വേണമെന്ന് പറഞ്ഞു. ഞാനിവിടുത്തെ ഐസ് ക്യാപ്പിൻ്റെ ഫാനാണ് കേട്ടോ. വേറെ ഒന്നും കുടിക്കില്ല, ഈ ഐസ് ക്യാപ്പ് മേടിക്കും. അങ്ങനെ അതൊക്കെ കുടിച്ചു. ആ മഞ്ഞപ്പൂ കണ്ടോ, എന്ത് ഭംഗിയാണ്. പോണ വഴിക്ക് ഞങ്ങൾക്കൊരു മഴ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി നിന്നു കേട്ടോ. ഇത് മുല്ലപ്പൂ അല്ല, ഇത് ഇവിടുത്തെ കാട്ടുപൂവാണ് കേട്ടോ. പിന്നെ പെട്ടെന്നായിരുന്നു മഴ വരവും പോക്കും വെയിലും ഒക്കെ കേട്ടോ. പെട്ടെന്ന് തന്നെ വെയിൽ വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ ഞങ്ങളുടെ പാർക്കിലെത്തി. കുറച്ച് നേരം അവിടെ ഇരുന്ന് കുട്ടികളുടെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം